ജംഷീറിനോട് ചേരുന്നു. ജംഷീർ, എന്താണ് അവിടുത്തെ MBD ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാലങ്ങളായി? നിഷാദ്, വർഷങ്ങളായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടുന്ന ഒരു സബ്-RTO ഓഫീസാണ് തിരൂർ സബ്-RTO ഓഫീസ്. ഇവിടെ ഏജന്റുമാരുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സബ്-RTO ഓഫീസാണ് എന്നുള്ളതായിരുന്നു കാലങ്ങളായി ഇവിടെ നിന്നിരുന്ന ആരോപണം. നേരത്തെയും സമാനമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. പല ഉദ്യോഗസ്ഥർക്കും സസ്പെൻഷൻ ലഭിച്ചിട്ടുണ്ട്, പല ഉദ്യോഗസ്ഥരെയും സ്ഥലം മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഇതാദ്യമായി ഓഫീസിലെ അതായത് ഓഫീസ് സ്റ്റാഫുകളായിട്ടുള്ള ഉദ്യോഗസ്ഥരെ അവർക്ക് കൂട്ടത്തോടെ നടപടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. അതായത് ടാക്സിൽ വലിയ തരത്തിലുള്ള വെട്ടിപ്പ് നടന്നു എന്നുള്ളതാണ്. സ്റ്റേജ് ഗാരേജ്, കോൺട്രാക്ട് ഗാരേജ് വാഹനങ്ങൾക്ക് ഈ വിഭാഗത്തിൽപ്പെട്ട വാഹനങ്ങളുടെ നികുതി അടക്കാത്ത വാഹനങ്ങൾക്ക് ടാക്സ് ക്ലിയറൻസ് നൽകിയതടക്കം അത്തരത്തിൽ വലിയ തട്ടിപ്പ്, ഏതാണ്ട് അരക്കോടിയോളം രൂപയുടെ അരക്കോടിയിലധികം വരുന്ന തട്ടിപ്പ് നടന്നു എന്നുള്ളൊരു കണ്ടെത്തലിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. 4 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നു, 6 ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ടൈപ്പിസ്റ്റ് മാത്രമാണ് ഇപ്പോൾ അവിടെ ഉദ്യോഗസ്ഥരായി ഉള്ളത്. ബാക്കി എല്ലാ ഉദ്യോഗസ്ഥർക്കും നടപടി നേരിടേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ ഓഫീസിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെയും ഉണ്ടായിരുന്നു. ഏജന്റുമാർക്ക് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവിടെ വരികയും അവർക്ക് വേണ്ടി ഉദ്യോഗസ്ഥർ പണിയെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. കൈക്കൂലി വാങ്ങുന്നതിനോടൊപ്പം തന്നെ സേവനങ്ങളും അവർ ഈ ഏജന്റുമാരിൽ നിന്ന് ഉദ്യോഗസ്ഥർ പറ്റുന്നു എന്നുള്ള ഒരു ആരോപണവും കാലാകാലങ്ങളായി ഇവിടെ നിലനിന്നിരുന്നു. പ്രത്യേകിച്ച് ഈ ഏജന്റുമാരുടെ ഭാഗത്തു നിന്ന് ഇവർക്ക് പ്രത്യേകമായി ടൂർ പാക്കേജുകൾ, അതോടൊപ്പം തന്നെ വലിയ മുന്തിയ ഹോട്ടലുകളിലെ സൽക്കാരങ്ങൾ, വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ നൽകുക, ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേണ്ട സൗകര്യങ്ങൾ ഈ ഏജന്റുമാർ ചെയ്ത് നൽകും. മറിച്ച് പകരം ഈ ഏജന്റുമാർക്ക് വേണ്ട സൗകര്യങ്ങൾ ഉദ്യോഗസ്ഥർ ചെയ്ത് നൽകും. അങ്ങനെയാണ് ഈ ടാക്സ് വെട്ടിപ്പും ഒക്കെ ഇവിടെ നടന്നിട്ടുള്ളത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി KB ഗണേഷ് കുമാർ ഒരു പ്രതികരണം നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് 5 ലക്ഷം രൂപ വരെ ഇത്തരത്തിൽ വെട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് കർശനമായി അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ വലിയ ഒരു തുക, ലക്ഷക്കണക്കിന് രൂപയുടെ വെട്ടിപ്പ് നടന്ന പശ്ചാത്തലത്തിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടി ഉണ്ടാകും എന്നതുകൂടി നോക്കിക്കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തിരൂർ ജോയിന്റ് RTO ഓഫീസുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അവിടുത്തെ ഉദ്യോഗസ്ഥർക്കുള്ള നടപടിയുമാണ്. ജില്ലയിലെ മറ്റു സബ്-RTO ഓഫീസുകളിലും സമാനമായ രീതിയിലുള്ള ക്രമക്കേടുകൾ ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള പരിശോധന ഇവിടങ്ങളിൽ നടക്കും. ഇവിടെയുമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള സൂചന കൂടി വരുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ക്രമക്കേടാണ് ഇപ്പോൾ തിരൂർ ജോയിന്റ് RTO ഓഫീസിന് കീഴിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ 6 ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്.